ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ പരീക്ഷിത്ത് ദിഗ്വിജയത്തിനായി പോകുമ്പോൾ നിഷ്കരുണം 3 കാല് വെട്ടിമാറ്റപ്പെട്ട കാള ധർമ്മദേവൻ്റെ പ്രതീകമാണ്. അവിടെ ഇത് കണ്ട് 3 കാല് വെട്ടിമാറ്റപ്പെട്ട കാളയെ കണ്ട് പശു കരയുന്നു. ആ സമയത്ത് ഈ കാള ഭൂമിയെ കരയുന്നതായി കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ ദുഃഖത്തിന് കാരണം? ബ്രാഹ്മണരുടെ ധർമ്മം അനുഷ്ഠിക്കാത്തത് കണ്ടിട്ടാണോ, അതോ പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ കലിയിലുണ്ടാവുമല്ലോ, അത് അവിടുന്ന് ഇവിടുന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും ജനങ്ങളുടെ അധപ്പതനവും അരുതാത്തത് ചെയ്തിട്ടും വേണ്ടത് ചെയ്യാണ്ടേയും ഒക്കെയുള്ള അവസ്ഥ കലി ബാധിച്ചത് കൊണ്ടാണോ നീ ദുഃഖിക്കുന്നത്? പറയൂ, എന്നോട് പറയൂ നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് പറയണം. മമ ആചക്ഷ്വ, എന്നോട് പറഞ്ഞാലും. വസുന്ധരേ ഇതം മമ ആചക്ഷ്വ തവാധി മൂലം, നിൻ്റെ ആദിയുടെ മൂലം മമ ആചക്ഷ്വ, എന്നോട് പറഞ്ഞാലും. ഇപ്പം ധരണി, ഭൂമി പറയണ. ധരണി വാച ഭവാൻ ഹി വേദതർമ്മം എന്മാൻ ധർമാനുപൃച്ഛസി ചതുർപത്തേ ഏന പാതേർ ലോകസുഖാവഹൈ. ഇവിടെ ഈ 3 പാദം വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ സത്യവും ധർമ്മവും ദയയാണ് എന്നും കൂടി ഉണ്ട്. ആ പ്രതീകം നോക്കുകയാണെങ്കിൽ സത്യവും ധർമ്മവും ദയ ഉണ്ടാവില്ല കലിയുഗത്തിൽ. അതിൽ 3 എണ്ണം പോയിട്ട് ബാക്കി കുറച്ചെന്തോ ബാക്കി നിൽക്കുന്നതിലാണ് ഈ ധർമ്മം ഇവിടെ നിൽക്കുന്നത് എന്നാണ്. അപ്പം ഹേ ധർമ്മദേവ ഭവാൻ തത് വേദ, നിനക്ക് അങ്ങേക്കത് അറിയാം, എന്നിട്ട് വെറുതെ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ തന്നെ പറഞ്ഞു കേൾക്കണം എന്ന് വിചാരിച്ചിട്ടാവാം എന്നോട് ചോദിക്കുന്നു ഉണ്ടാവുക. ഭവാൻ ഹി വേദ തത്സർവം, ഒക്കെ അങ്ങേക്ക് അറിയില്ലേ ഞാൻ എന്താണ് ദുഃഖിക്കുന്നത് എന്ന്? അങ്ങേക്ക് അറിയാതിരിക്കില്ലല്ലോ. പിന്നെ എന്താണ് ചോദിക്കുന്നത്? യത് മാം അനുപൃച്ഛസി, എന്നോട് ചോദിക്കുന്നത്. ഏന ത്വം ലോകസുഖാവഹൈ, ലോകത്തിന് സുഖത്തെ ഉണ്ടാക്കുന്ന 4 പാദങ്ങളോടുകൂടെ ഇരിക്കേണ്ടവനല്ലോ. സ്വതവേ 4 കാലം, ഇപ്പം 3 കാലില്ല, ഒറ്റക്കാലായി. സ്വതവേ ഉള്ള സംഗതിയാണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ 3 കാലേ ഇല്ല, 1 കാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് 4 കാലോടുകൂടി ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഈ 3 കാല് നഷ്ടപ്പെടുന്നതിന് മുമ്പേ, 3 കാല് നഷ്ടപ്പെടുന്നതിന് മുമ്പേ അങ്ങ് 4 കാല് ഉള്ള ആളല്ലേ? ഇപ്പം എവിടെ പോയി 3 കാല്? അത് തന്നെയാണ് ദുഃഖകാരണം. ഭൂമി ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എപ്പോഴാണ് ചോദിച്ചാൽ ഈ ധർമ്മം ഇല്ലാണ്ടാവുമ്പോഴാണ്. ആ ഭൂമി അവതാരങ്ങളൊക്കെ എടുക്കാൻ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ സമയത്ത് പറയുമ്പോഴൊക്കെ പറയേണ്ടത് പർവ്വതങ്ങളുടെ ഖനമോ കെട്ടിടങ്ങളുടെ ഖനമോ ജനസംഖ്യയുടെ ഖനമോ എനിക്ക് പ്രശ്നമല്ല, എല്ലാം ഞാൻ താങ്ങും, എല്ലാം ഞാൻ സഹിക്കും, ക്ഷമിക്കും. പക്ഷേ ഒരു ദുഷ്ടാത്മാവ് എൻ്റെ മേലിൽ ചവിട്ടിയാൽ അയ്യോ ഭഗവാനെ, അതാണ് എനിക്ക് ഏറ്റവും അധികം താങ്ങാൻ പറ്റാത്തത്. ദുഷ്ടാത്മാവിൻ്റെ പെരുമാറ്റം കൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലും എൻ്റെ ദുഃഖത്തിന് അവതരിച്ചിട്ട് നിവൃത്തി ഉണ്ടാക്കണം. അതാണ് രാമാവതാരമായാലും കൃഷ്ണാവതാരമായാലും മറ്റ് ദുഷ്ടന്മാരെ വധിക്കാനായാലും ഒക്കെ ഭൂമി ഭഗവാനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ ആ 4 കാല് ഉള്ളതായിരിക്കുന്ന അങ്ങ് ഇപ്പോൾ ഒറ്റക്കാലിൽ ആവേണ്ട അവസ്ഥയായി. ചതുർബത്തസേ ഏന പാതേർ ലോകസുഖാവഹി. 4 കാലുമ്പിലാകുമ്പോൾ ആൾക്കാർക്ക് സുഖമായി നടക്കാം, ജനങ്ങൾക്ക് സുഖമുണ്ടാവും. ധർമ്മം പൂർണ്ണമായ ജനങ്ങൾക്ക് സുഖം ഉണ്ടാവുമല്ലോ.
രാമൻ്റെ രാജ്യഭരണകാലത്ത് ജനങ്ങൾക്ക് സുഖം ഉണ്ടായിരുന്നു പറയാൻ കാരണം അതാണ്. ഇപ്പോൾ ധർമ്മം പൂർണ്ണമായാൽ എല്ലാവർക്കും സുഖം ഉണ്ടാവും. ധർമ്മം അപൂർണ്ണമാവുമോ വികലാവുകയോ ചെയ്താൽ എല്ലാവർക്കും സംശയമൊന്നും വേണ്ട, ദുഃഖമേ ഉണ്ടാവുള്ളൂ. ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ ദുഃഖമായിട്ടത് പരിണമിക്കും. സത്യം, ശൗചം, ദയ, ശാന്തി, ത്യാഗ, സന്തോഷ, ആർജവം, ശമോദമസ്തവ, സാമ്യം, തിതിക്ഷോപരതിശ്രുതം, ജ്ഞാനം, വിരക്തി, ഐശ്വര്യം, ശൗര്യം, തേജോ, ബലം, സ്മൃതി, സ്വാതന്ത്ര്യം, കൗശലം, കാന്തി, ധൈര്യം, മാർദ്ദവം, ഏവച. കുറേ കാര്യങ്ങൾ ഒന്നിച്ച് വായിക്കുക, അതൊക്കെ ഒന്നിച്ച് പറയേണ്ടതാണ്. പ്രാഗൽഭ്യം, പ്രശ്രയ, ശ്രീലം, സഹ ഓജോ, ബലം, ഭഗ, ഗാംഭീര്യം, സ്ഥൈര്യം, ആത്തിക്യം, കീർത്തിർ, മാനോ, അനഹങ്കൃതി, അഹങ്കാരം ഇല്ലാണ്ടിരിക്കുക. അഹങ്കൃതിയല്ല, അനഹങ്കൃതി. ഏതേ ചാന്യേച ഭഗവൻ നിത്യ എത്ര മഹാഗുണ പ്രാർത്ഥ്യ മഹത്വമിച്ഛദ്ഭിർനയന്തിത്മകർഹിച്ചിൽ. ഇതൊക്കെ സദ്ഗുണങ്ങളാണ് കേട്ടോ. നമുക്കറിയാമല്ലോ സത്യം എന്താണ്, ശൗചം എന്താണ്, ദയ എന്ന് പറയേണ്ട ആവശ്യമില്ല. ശാന്തി എന്ന് പറഞ്ഞാൽ ശാന്തിയാണ്, അതിന് വേറൊരു വാക്കാണ്, അത്രയേ ഉള്ളൂ. ത്യാഗം, സന്തോഷം, ആർജവം, ഉള്ളതുള്ള പോലെ പറയുന്നതിനാണ് ആർജവം എന്ന് പറയുക. മനസ്സിലൊന്ന് വെച്ച് പുറത്തേക്ക് വേറൊന്ന് പറയുക. ഈ സോപ്പിടുക എന്ന് പറയുമല്ലോ നമ്മൾ, പുറത്തേക്ക് വേണ്ടിയിട്ടല്ല, അയാൾക്ക് കാര്യം ഉണ്ടാവും പോയാലേ ഒന്ന് പൊന്തിക്കുക, യഥാർത്ഥത്തിൽ ബഹുമാനം ഉണ്ടാവാതെ. അത് ആർജവമല്ല. അത് ഉള്ളിൽ തോന്നിയത് പറയാതിരിക്കുക, അത് ആർജവമല്ല. ശരിയായിട്ട് ഉള്ളിലും പുറത്തും രണ്ടില്ലാത്ത ഭാവത്തിനാണ് ആർജവം. ശമോദമ സ്തപ, ശമം എന്ന് പറഞ്ഞാൽ ശാന്താവസ്ഥ, ദമം ഇന്ദ്രിയ നിഗ്രഹം, തപസ് വേണ്ടി തപസ് ശക്തി ഉണ്ടാവുക, സാമ്യം, തിതിക്ഷോപരതിശ്രുതം, മനസ്സിൻ്റെ ക്ഷോഭിക്കുന്ന അവസ്ഥ ഇല്ലാത്തതിനാണ് സാമ്യാവസ്ഥ എന്ന് പറയുക. ഒരേപോലെ ഇരിക്കുക, എപ്പോൾ വന്നാലും ക്ഷോഭിക്കേണ്ട. തിതിക്ഷ സഹനശക്തിയാണ്. ഉപരതി ശാന്തി തന്നെ. ശ്രുതം വേദാധ്യയനം, ജ്ഞാനം, വിരക്തി, ഐശ്വര്യം, ശൗര്യം, തേജം, ബലം, സ്വാതന്ത്ര്യം, കൗശലം, കാന്തി ഒക്കെ നമുക്ക് അറിയാവുന്നത്. അപ്പോൾ ഇത്തരം ഗുണങ്ങൾ, പ്രാഗൽഭ്യം, പ്രശ്രയ, ശ്രീലം, ഏത് കാര്യവും വിദഗ്ധതയോടുകൂടി ചെയ്യുന്നത് പ്രാഗൽഭ്യം. പ്രശ്രയ, ശ്രീലം, ചീത്തയായ ആലോചനയും പ്രവൃത്തിയും ഇല്ലാതെ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുക. അതുപോലെ തന്നെ പുറത്തുള്ള ഇന്ദ്രിയങ്ങളെ അടക്കുക, സ്വധർമ്മത്തെ അനുഷ്ഠിക്കുക, ശത്രുമിത്രം എന്നീ ഭേദവിചാരമില്ലാതിരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ എല്ലാം ഏതേ ചാന്യ, ഇപ്പം പറഞ്ഞതും പറയാത്തതും ആയ ഏതേച്ച അന്യേച്ച ഭഗവൻ നിത്യ എത്ര മഹാഗുണ, മഹാന്മാർക്ക് കാണുന്ന ഗുണം, നല്ല ഗുണം, എല്ലാവർക്കും കണ്ടോളന്നില്ല, മഹാന്മാർക്ക് മാത്രമുള്ള ഈ ഗുണങ്ങൾ പ്രാർത്ഥ്യ മഹത്വം ഇച്ഛിത്മകർഹിച്ച്, മഹത്വം ആഗ്രഹിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. ബുദ്ധി, കൗശലം, സൗന്ദര്യം മുതലായ എല്ലാ ഗുണങ്ങളും, അഹങ്കാരമില്ലായ്മ, അതാണ് അനഹങ്കൃതി. ഇപ്പം ഇതൊക്കെ എല്ലാവരും യാതൊന്നവരിൽ ഉണ്ടായിരുന്നുവോ ആ ഭഗവാൻ എന്നെ വിട്ടുപോയി എന്ന് പറയുകയാണ് ധരണി അല്ലെങ്കിൽ ഭൂമി. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാവണം. ഈശ്വര സാന്നിധ്യം ഉള്ള മഹത് ഗുണങ്ങൾ ഏതൊരാളെ ആശ്രയിച്ചാണോ ഉണ്ടായിരുന്നത്, ഭഗവാനെ ആശ്രയിച്ചത്, ആ ഭഗവാൻ എന്നെ വിട്ടുപോയി. പ്രാർത്ഥ്യ മഹത്വം മഹത്വക്കൾ ആഗ്രഹിക്കുന്ന ഇത്തരം ഗുണങ്ങൾ എവിടെ ഉണ്ടാവും? ഭഗവാനിലോടത്തുണ്ടാവും. ആരെ ആശ്രയിച്ചിട്ട്? ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ടാവുന്നുവോ ആ ഭഗവാൻ എന്നെ വിട്ടുപോയിരിക്കുന്നു. തേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം. ശ്രീനിവാസൻ ഭഗവാൻ. അപ്പം ആ ഭഗവാനെ ആശ്രയിച്ച് നിന്നിരുന്ന ഈ ഗുണങ്ങൾ ഭഗവാൻ പോയപ്പോൾ ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ കുറയാനോ പോകാനോ അപ്രത്യക്ഷമാവാനോ തുടങ്ങി. തേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം ശോചാമി രഹിതൻ ലോകം. ആ ഭഗവാൻ ഇല്ലാത്ത ലോകത്തെക്കുറിച്ചാണ് ഞാൻ ശോചിക്കുന്നത്, ദുഃഖിക്കുന്നത്. ഒക്കെ ഭഗവാനുള്ളപ്പോൾ ഇത്തരം ഗുണങ്ങളുണ്ടായിരുന്നു. ഭഗവാൻ ഇല്ലാത്തത് കൊണ്ട് ഇത്തരം ഗുണങ്ങൾ ഇല്ലാതായതിൽ ഞാൻ ദുഃഖിക്കുന്നു. ലോകം പാപ്മന കലിനേഷിതം, കലി ബാധിക്കുകയും ചെയ്തു. എപ്പോൾ ഭഗവാൻ ഇവിടുന്ന് പോയോ അപ്പോൾ കലി ആരംഭിച്ചു. ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ലോകത്തിൽ നിന്ന് നഷ്ടമായി. അതാണ് എൻ്റെ ദുഃഖകാരണം. ആത്മാനഞ്ചാനി ശോചാമി ഭവന്തഞ്ചാമരോത്തമം
ദേവാൻ പിതൃൻ ഋഷീൻ സാധൂൻ സർവാൻ വർണ്ണാൻ തഥാശ്രമാൻ. ദേവന്മാർ, പിതൃക്കൾ, ഋഷികൾ, സജ്ജനങ്ങൾ, എല്ലാ വർണ്ണത്തിലും ആശ്രമത്തിലും പെട്ടവർ ഇവരെല്ലാം ഈ കലിയുടെ ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ബ്രഹ്മചാരിയായാലും സന്യാസിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും പിതൃക്കൾ, ഋഷികൾ. പിതൃക്കളെ ചാത്തോട്ടില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ചാത്തോട്ടിടുന്നുണ്ടോ? എന്തപ്പോൾ ഇതൊക്കെ വെറും അന്ധവിശ്വാസം എന്ന് പറയൂലേ. അപ്പോൾ പിതൃക്കൾക്ക് ദുഃഖമായി. ഋഷീൻ, മഹർഷിമാർക്കോ സന്യാസിമാർക്കോ സ്വൈര്യമില്ല, അവരെ ആവശ്യമില്ലാതെ കുറ്റം പറയുക, വെറുക്കുക. ഇങ്ങനെയൊക്കെയാണ് കലിയുഗത്തിൽ ഉണ്ടാവുക. പണ്ട് അവരെയൊക്കെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ഇന്ന് നേരെ തിരിച്ചായി. ദേവന്മാർക്കും കഷ്ടമാണ്. കാരണം യാഗം, പൂജ, അവർക്ക് കിട്ടേണ്ടതൊന്നും ആർക്കും കൊടുക്കാൻ ശ്രദ്ധയില്ല. ദേവാൻ പിതൃൻ ഋഷീൻ സാധൂൻ, സജ്ജനങ്ങൾക്കും രക്ഷയില്ല. സർവാൻ വർണ്ണാൻ തഥാശ്രമാൻ, എല്ലാ വർണ്ണാശ്രമികൾക്കും ദുഃഖം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ദുഃഖിക്കുന്നത്. ഭൂമി ഇതിലൊക്കെ ദുഃഖിക്കാണ്ടിരിക്കില്ലല്ലോ. ബ്രഹ്മാതയോ ബഹുദിതം യഥപാംഗമോക്ഷകാമാത്തപസമചരൻ ഭഗവത് പ്രപന്ന സ ശ്രീസുവാസമരവിന്ദവനം വിഹായ യത്പാദ സോഭകമലം ഭജതേ അനുരക്ത. ബ്രഹ്മാദി ഏതൊരു ഭഗവാന്മാർ എപ്പോഴും ആശ്രയിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ഏതൊന്നോ ബഹുദിതം, അധികകാലം തപസ്സിനെ ആചരിച്ച് നേടുന്ന ആ ഈശ്വരൻ എളുപ്പത്തിൽ കിട്ടണതല്ല. ഭഗവത് പ്രപന്ന, ഭഗവാന്മാരാൽ ആശ്രയിക്കപ്പെട്ട ആ മഹാലക്ഷ്മി എന്തു ചെയ്യുന്നു? ത്രേ സ് വനം വിഹായ, അരവിന്ദവനം, താമരയുടെ മുകളിലാണ് ലക്ഷ്മി ഇരിക്കുക. താമര ധാരാളമുള്ള സ്ഥലത്ത്, താമരകളുടെ സമൂഹം എന്ന് പറയാം അവിടെ വനം. അവിടെയാണ് പൊതുവേ ധാരാളം താമരയുള്ള ദിക്കിലാത്രേ ലക്ഷ്മി വസിക്കുക. അതുകൊണ്ട് താമരയിലിരിക്കുന്നു. പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദളായതാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പത്മം ചേർത്ത് ശ്ലോകമുണ്ട് ലക്ഷ്മിയെ കുറിച്ചൊക്കെ. പത്മത്തിനെ ഇഷ്ടപ്പെടുന്നവൾ, എവിടെ പത്മമുണ്ടോ അവിടെ വസിക്കുന്നവൾ, പത്മാലയായവൾ. പക്ഷേ ആ പത്മങ്ങൾ ധാരാളമുള്ള അരവിന്ദവനം, താമര കാടോ താമരയുടെ കൂട്ടങ്ങളെയോ സ്ഥാനമോ ഉപേക്ഷിച്ച് അരവിന്ദവനം വിഹായ, ലക്ഷ്മി എവിടെ സാധാരണ കാണുക? യത് പാദ സൗഭക ഭഗം, ഭഗവത് പാദത്തെ സേവിക്കുന്നതിലാണ് ആനന്ദം കണ്ടെത്തുന്നത്. മഹാലക്ഷ്മി അഷ്ടൈശ്വര്യ സിദ്ധിയുടെ വിളനിലമാണ്. രാജ്യലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി കണ്ട ലക്ഷ്മിയിൽ ഇപ്പം എന്താ കുറവ്? എല്ലാം ലക്ഷ്മിയുടെ കയ്യിലുണ്ടെങ്കിലും ആലോചിച്ച് നോക്കണം. ആ ലക്ഷ്മി എവിടെ ആനന്ദം കണ്ടെത്തുന്നത്? ഇതിലൊന്നും അല്ല എന്നാണ്. ഈ ലക്ഷ്മികളിലൊന്നും അല്ല, ഭഗവത് പാദ സേവയിലാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? അപ്പോൾ ഇതൊക്കെ ഉണ്ടായതുകൊണ്ടൊന്നും ശാന്തിയോ സുഖമോ ഉണ്ടാവില്ല. ഈശ്വര സേവയിൽ തന്നെയാണ് സുഖമുണ്ടാവുന്നത്. ഇപ്പം ഇവിടെ ആ മഹാലക്ഷ്മി തൻ്റെ താമരക്കാട് അല്ലെങ്കിൽ താമരവാസസ്ഥാനത്തെ ഉപേക്ഷിച്ച് യത്പാദ സൗഭകം, ഏതൊരു ഭഗവാന്റെ പാദത്തെ സേവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി അവിടെ ഇരിക്കുകയാണ്. തൻ്റെ അരവിന്ദവനത്തിലേക്ക് പോയാൽ അപ്പം തോന്നും ഇവിടെ വയ്യ, അവിടെ തന്നെയാണ് നല്ലത്. വേറെ എവിടേക്കെങ്കിലും പോയാൽ അപ്പം തോന്നും ഇവിടെ തന്നെയാണ് നല്ലത്. ഭക്തന്മാരുടെ അടുത്തേക്ക് പോയാൽ ലേശം കഴിഞ്ഞാൽ അപ്പം തോന്നും ഞാൻ അങ്ങോട്ട് തന്നെ പോവുക. എവിടെ പോയാലും പെട്ടെന്ന് തന്നെ എവിടേക്ക് തിരിച്ചെത്തും? ഭഗവത് പാദത്തിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ അധികം വാസം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഭഗവത് പാദ സേവയിലാണ്. നല്ലൊരു പത്നി അങ്ങനെ തന്നെയാണ് ഭർത്താവിൻ്റെ അവിടെ ഉണ്ടാവുക അല്ലേ? ഇന്നിപ്പോൾ അങ്ങനെയല്ല. വിവാഹം കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിൽ തന്നെ കഴിച്ചു വിട്ടാൽ എന്താ മാർഗം? ജോലിയും കൂടി ഉണ്ടെങ്കിൽ പറയാനുമില്ല. അങ്ങനെ ഇപ്പം അവിടെ പോയിരുന്നാൽ പറ്റുമോ? ജോലി നോക്കണ്ടേ? ജോലി നോക്കണമെന്നല്ല, അവിടെ പോയിരിക്കാൻ ഇഷ്ടമില്ല. അങ്ങനെയല്ല. നല്ല പത്നിമാർക്കും സ്ത്രീകൾക്ക് എപ്പോഴും ഭൂഷണം, അലങ്കാരം എന്താണെന്നറിയോ? ഭർത്താവിൻ്റെ അവിടെ കഴിഞ്ഞുകൂടുക, അവിടുത്തെ ആൾക്കാരുടെ പ്രീതി നേടുക, അവിടുത്തെ ആളായിട്ട് മാറണം. പിന്നെ സ്വന്തം വീട്ടിലേക്ക് ഇടയ്ക്ക് വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്ത്രീയുടെ ശരിക്കുള്ള ലക്ഷണം അത് നോക്കിയാൽ മനസ്സിലാവും എവിടെ തൃപ്തി. ഭർത്താവിൻ്റെ അവിടെ എപ്പോഴും ഒരു അധികപ്പറ്റ് എന്ന നിലയ്ക്കാണ് അധികം സ്ത്രീകളും ഇന്ന് കാണപ്പെടുന്നത്. ഇന്നത്തോ എങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെ വേണ്ടി വന്നു, അതുകൊണ്ട് ഇങ്ങനെ അതല്ല ശരിക്കെന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ തൻ്റെ സ്ഥാനം. മറ്റതൊക്കെ
അമ്മയെ മറക്കാൻ പറ്റില്ല, അച്ഛനെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇടയ്ക്ക് പോകാമെന്നല്ലാണ്ട് എവിടെ ആയിരിക്കണം? എപ്പോഴും ഭർത്താവിൻ്റെ വീടും ഭർത്താവിൻ്റെ സേവയും ഭർത്താവിനോട് പക്ക പറഞ്ഞാൽ തന്നെ മനുഷ്യൻ സ്ത്രീ വിമോചിതർ തെറ്റും ഇല്ലേ? ഫെമിനികൾ ആകപ്പാടെ കുഴപ്പാക്കി തീർക്കും. പക്ഷെ പണ്ട് അങ്ങനെയല്ല. യത്പാദ സൗഭകം, ഏതൊരു ഭഗവത് പാദ സേവ വളരെയധികം ശ്രേഷ്ഠമായിട്ട് കണക്കാക്കിയിരുന്നു ആ ലക്ഷ്മി ദേവി. തൻ്റെ അരവിന്ദവനം എന്നല്ല, ഇനി എവിടെയായാലും വേണ്ടില്ല, സ്വർഗമോ ഭക്തന്മാരുടെ അടുത്ത് എവിടെയും നിൽക്കില്ല, എപ്പോഴാ പോയാലും നിൽക്കില്ല. നിൽക്കുക എവിടെയാ? തൻ്റെ ഭർത്താവിൻ്റെ പാദസേവ ചെയ്യുന്നിടത്ത് അവിടെ നിൽക്കും. അവിടെയാണ് കുറേ അധികം നിൽക്കാൻ ഇഷ്ടം എന്നർത്ഥം. അനുരക്താം, ഏറ്റവും അനുരാഗമുള്ളവളായിട്ട് സേവിക്കുന്നു. അഷ്ടലക്ഷ്മി, അഷ്ടൈശ്വര്യങ്ങളുടെ വിളനിലമായ ലക്ഷ്മി പോലും ഭഗവത് പാദസേവയിൽ ആനന്ദം കണ്ടെത്തുന്നു. പാതിവൃത്യ ജീവിത രീതിക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നു. ആ പാദത്തെ ധരിച്ചതായിട്ടുള്ള ഭഗവാൻ, ആ പാദത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഭഗവാൻ ഇവിടുന്നാട് പോയാൽ എന്തൊരു കഷ്ടമാണ് അത്. ഇനി ഇതിനേക്കാൾ സ്നേഹിക്കാൻ എന്താണ് ഉള്ളത്? ഒന്നുമില്ല. അത് കുറിച്ചാണ് ഞാൻ ദുഃഖിക്കുന്നത്. ബ്രഹ്മാദി ദേവന്മാർ പോലും മോക്ഷത്തിനായിക്കൊണ്ട് ആശ്രയിക്കുന്ന മഹാലക്ഷ്മി പോലും അരവിന്ദവനം വിഹായ, താമരയുടെ ആ സ്ഥാനം വിട്ട് ഏതൊരു പാദത്തെ സദാ ആശ്രയിച്ച് ആനന്ദം കണ്ടെത്തുന്നുവോ, മടുപ്പല്ല ആനന്ദം കണ്ടെത്തുന്നുവോ, ആ പാദം ആരുടെയാ? ഭഗവാന്റെ. അപ്പോൾ ഭഗവാൻ പോകുമ്പോൾ ആ പാദം ഇവിടുന്ന് പോയി. ഇനി എന്തിനെ സേവിക്കുക, എന്തിനെ ആനന്ദം കണ്ടെത്താൻ ആശ്രയിക്കുക എന്ന് വിചാരിച്ച് ദുഃഖിക്കുകയാണ് ലക്ഷ്മി. ആ ഭഗവത് തിരോധാനത്തെക്കുറിച്ചാണ് അല്ലയോ ധർമ്മദേവ ഞാൻ ദുഃഖിക്കുന്നത്. തസ്യാഹം അബ്ജകുലിശ അങ്കുശ കേതുകേതേർ ശ്രീമത്പതിർ ഭഗവതസ്തമലങ്കൃതാംഗീ ത്രീനത്യരോച ഉപലഭ്യതോ വിഭൂതിൻ ലോകാം സമാം വ്യഥിച്ചത് ഉസ്മയതിൻ തദന്തേ. ഓരോ ചോദ്യോത്തരത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. പാതിവൃത്യത്തിൻ്റെ മഹത്വം എന്താണ്? ഭർത്താവിൻ്റെ അടുത്ത് ആനന്ദം കണ്ടെത്തുക, സ്ഥിരത പാലിക്കുക. അതവിടെ വരേണ്ട ആവശ്യമില്ല, കാര്യം പറയുകയേ വേണ്ടൂ. അത് ഭാഗവതത്തിൻ്റെ പ്രത്യേകതയാണ്. എന്ത് പറഞ്ഞാലും അതിലൊരു കാര്യം നമുക്ക് എടുക്കാണ്ടാവും. അതാണ്, വേറൊന്നിനും കാണില്ല. നമുക്കിങ്ങനെ ഓരോ ശ്ലോകവും ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റിയ ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ തന്നെ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു പോവുക, ചിലതൊക്കെ പറയുക, അത്രയും ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല. നോക്കൂ, നമ്മൾ എന്തെടുത്താലും അതിൽ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പദങ്ങൾ പറഞ്ഞ അർത്ഥം പറയുക, അതുതന്നെയാണ് ശരിക്കും ഭാഗവതത്തിൽ വേണ്ടത്. 7 ദിവസം മുഴുവൻ കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുക. എത്തിയിടത്ത് എത്തട്ടെ, എത്തിയത് നേരെ കൊണ്ടുപോകാലോ. ഇത് മുഴുവനായിട്ട് കഴിച്ചു പായസം കഴിക്കണ പോലെ എന്താ കാര്യം? അങ്ങനെയൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഗവതം എന്ന് പറയുന്നത് ഈ ഇതിൽ പറയുന്ന മുഴുവൻ ശ്ലോകങ്ങളെ 7 ദിവസം കൊണ്ട് വായിച്ച് തീർത്താൽ എന്തൊക്കെയോ കിട്ടും എന്നാണ്. ഇല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും കാലം നടത്തിയ പരിചയം കൊണ്ട് അങ്ങനെ നടത്തുകയല്ല വേണ്ടത്. എത്രയോ വായനകളിൽ ഇരുന്നിട്ടും ഒരു വായന പോലും തൃപ്തികരമായിട്ട് വായിച്ച് പറയാൻ എനിക്ക് സാധിച്ചില്ല. സമയപരിമിതി ഉണ്ടാവുന്നുണ്ട്. കാരണം അത്ര അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരാതെ, ഇങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയെങ്കിലും പറയണം. ഇതും ഇപ്പം മതിയായിട്ടല്ല. കൂടുതൽ നീട്ടി വലിച്ചാൽ നമുക്ക് വല്ലാതെ വിരസത വരുന്ന വിചാരിച്ചിട്ടാണ് അടുത്ത ശ്ലോകമായിട്ട് അങ്ങനെ പോണത്. അപ്പം മുഴുവനാവലല്ല വിഷയം. കൃഷ്ണാവതാരം വരെ പറയുക 7 ദിവസം കൊണ്ട്, കൃഷ്ണാവതാരം ശേഷം വേറൊരു സപ്താഹത്ത്. ഇനി അതിലും വേറെ സ്പ്ലിറ്റ് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യുക. എന്തിപ്പോൾ ഈ കംപ്ലീറ്റ് ഓടിപ്പോയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതുകൊണ്ട് കാര്യം? വായിച്ചു തീർത്തു, കഷായം കുടിക്കണ പോലെ. അതല്ല വേണ്ടത്. നോക്കൂ, തസ്യാഹം അപ്യകുലിശ അങ്കുശകേതുകേതേ ശ്രീമത്പതിർ ഭഗവത സമലങ്കൃതാംഗി. 3 പ്രാവശ്യം കൊണ്ടാണ് 7 ദിവസം കൊണ്ട് 21 ദിവസം എടുത്തിട്ട് ഭാഗവതം കേട്ടതെങ്കിൽ അത് കുറച്ച് മനസ്സിലായിണ്ടാവും. അപ്പോൾ 3 പ്രാവശ്യം ആയതുകൊണ്ട് എന്ത് ദോഷം? ഒറ്റ പ്രാവശ്യമായിട്ട് കലക്കി കുടിക്കണ പോലെ കാട്ടിയിട്ട് എന്താ ഗുണം? അബ്ജം താമര, കുലിശം വജ്രായുധം, അങ്കുശം തോട്ടി, കേതു ധ്വജം, ഇതൊക്കെ ഭഗവാന്റെ പാദപത്മത്തിലുള്ള അടയാളമാണ്. ഈ കൈ നോക്കണവരൊക്കെ ചിലർ ഈ കയ്യിൽ ഇങ്ങനെ ചിഹ്നങ്ങളുണ്ട് എന്ന് പറയും. ചിലർ വെറുതെ പറയാം കേട്ടോ, നമുക്കറിയില്ല അത്. അപ്പോൾ അവർക്ക് എന്തും പറയാലോ.
ചിലർ ശരിക്കും പറയുന്നതാണ് താമര, അതുപോലെ തന്നെ ഒരു വജ്രായുധം, അങ്കുശം തോട്ടി, ഒരു കൊക്കി പോലത്തെ അടയാളം, അതുപോലെ തന്നെ വജ്രായുധം, ഇങ്ങനെയുള്ള കൊടി അടയാളം, ഇതൊക്കെ നല്ല നല്ല കൈകളിലും കാലുകളിലും അടയാളമായിട്ടുണ്ടാവും. നോക്കി കണ്ടുപിടിക്കാവുന്നവർക്കേ അത് അറിയുള്ളൂ. ഇതൊക്കെ ഇവിടെ ഉണ്ട് ഭഗവാന്റെ പാദത്തിൽ, എന്താ ഇല്ലാണ്ടിരിക്കുക? അതൊക്കെ തികഞ്ഞ പാദമാണ്. ഭഗവത തസ്യ ശ്രീമത് പദേയി, ആ ഭഗവാന്റെ പാദങ്ങളാൽ സമലങ്കൃതാംഗി, അലങ്കരിക്കപ്പെട്ട അവയവങ്ങളോട് കൂടിയവളായിട്ട്. എന്താ മഹാലക്ഷ്മിയുടെ അലങ്കാരം? നാനാലങ്കാരഭൂഷിതേ നമ്മൾ ചെല്ലുന്നുണ്ട്. എന്താ അലങ്കാര? ഈ കുണ്ടലവും ചങ്ങലിയും നല്ല വേഷമൊന്നും അല്ല കേട്ടോ ലക്ഷ്മിയുടെ അലങ്കാരം. തെറ്റിദ്ധരിക്കണ്ട, ഇതൊക്കെ നമുക്കും ധരിക്കാമല്ലേ? കുണ്ടലം കിട്ടിയാലും വള കിട്ടിയാലും ചങ്ങല കിട്ടിയാലും ആർക്കാ ധരിച്ചുകൂടാത്ത? അതൊന്നുമല്ല. ലക്ഷ്മിയുടെ ഏറ്റവും ശോഭാലങ്കാരം എന്താ? ശ്രീമത് പദൈ, നമുക്കൊന്നും കിട്ടാത്ത ഒരലങ്കാരമുണ്ട്, ഭഗവാന്റെ പാദം. തങ്ങട് ധരിച്ചുണ്ടെല്ലാം അതിൻ്റെ അടുത്തോട് വന്നിരിക്കുക. അപ്പോഴാണ് ലക്ഷ്മി നാനാലങ്കാരഭൂഷിതേ ശരിക്കായി തീരുന്നത്. ധരിച്ചിട്ടുള്ളതായ എല്ലാ ആഭരണങ്ങളും ഒരു 100 ഇരട്ടി അങ്ങോട്ട് ശോഭിക്കും. ഭഗവത് പാദം അവിടെ വന്നാൽ ശ്രീമത് പദൈ, ആ പാദങ്ങളുടെ ശോഭകളാൽ സമലങ്കൃതാംഗി, അതിനാൽ അലങ്കരിക്കപ്പെട്ടവളായിട്ട്, വിഭൂതിയും ലഭിച്ചിട്ട്. ആർക്കും അറിയില്ല കേട്ടോ ഈ രഹസ്യം. ലക്ഷ്മിയെ ഭജിച്ചാൽ ധനം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവുമെന്ന്. എങ്ങനെ ഇത്ര ഉണ്ടാവണം? ലക്ഷ്മിക്ക് എവിടെ നിന്നെങ്കിലും കിട്ടണ്ടേ? കിട്ടാതെ കൊടുക്കാൻ പറ്റുമോ? അത് വേറൊന്നുമല്ല, ഭഗവാനിൽ നിന്നാണ് കിട്ടുന്നത്. വിഭൂതിം ഉപലഭ്യ, സർവവിധ ആ സമ്പത്തും ലഭിച്ചിട്ട്. അപ്പം ലക്ഷ്മിയെ ഭജിക്കണം എന്നുണ്ടോ? ആരെ ഭജിച്ചാൽ ആ സർവസമ്പത്തും ഉണ്ടാവുക? അതിൻ്റെ യഥാർത്ഥ ഉറവിടമായിട്ടുള്ള ഭഗവാനെ ഭജിച്ചാലല്ലേ ഉണ്ടാവുക? ശരിയല്ലേ? ലക്ഷ്മിക്ക് ഭഗവാനെ ഭരിച്ചിട്ടാണ് ഉണ്ടാവണത്. അതിൻ്റെ ഒരു അംശം നമുക്ക് തരണത്. മുഴുവൻ തരില്ലല്ലോ, ആരെങ്കിലും മുഴുവൻ കൊടുക്കുമോ? അപ്പം മുഴുവൻ കിട്ടണമെന്ന് വെച്ചാൽ എന്ത് വേണം? ആ ലക്ഷ്മി ആരെ ആശ്രയിച്ചു അവരെ നമ്മൾ ആശ്രയിക്കുക ഒരു തത്വം കൂടി ഉണ്ട് അവിടെ. നാരായണീയത്തിൽ 2ാമത്തെ ദശകത്തിൽ പറയുന്നുണ്ട് ലക്ഷ്മി എന്തിനാ ഭജിക്കണം. ഞാൻ ഭജിക്കേണ്ടതല്ല, തെറ്റാണെന്നല്ല, കളിയാക്കല്ല, അതിനെ താഴ്ത്തല്ല. പക്ഷെ ഭഗവാനെ ഭജിച്ചാൽ ലക്ഷ്മിയെ വേറെ ഭജിക്കേണ്ട ആവശ്യമില്ല. അവിടെ ലക്ഷ്മി വന്നോളും. കാരണം ഭഗവാനിൽ നിന്ന് ഒരു നിമിഷം വിടാൻ ലക്ഷ്മിക്ക് സാധ്യമല്ല. ലക്ഷ്മി അവിടെ വന്നാൽ നമുക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാവും. വിഭൂതി ഉപലഭ്യ, സർവ്വ ഐശ്വര്യവും ലഭിച്ചിട്ട്. തദന്തേ, അതിൻ്റെ അവസാനത്തിൽ ആ ഭഗവാൻ ഉത്സയതയും ഗർവത്തോടു കൂടിയിരിക്കുന്ന എന്നെ ഉപേക്ഷിച്ചു. ആ ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ള ദിവ്യമംഗലമായിട്ടുള്ള ഭഗവാന്റെ ശരീരത്തിൻ്റെ ചേർച്ച കൊണ്ട് ലക്ഷ്മി സർവ്വവിധ ഐശ്വര്യവും നേടി. അത്ര കേമത്തുണ്ട് ഭഗവാന്റെ പാദപത്മത്തിനെ. ഭക്താനാം കാമവർഷത്തിരികിശലയം നാഥതേ പാദമൂലം. ആ ഭഗവത് പാദപത്മത്തെ നമ്മൾ ആശ്രയിച്ചാൽ. ചിലർ ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ഇപ്പോൾ അയാൾ ഇത്രയൊക്കെ നാമം ചോദിച്ചു, വല്ലതും ഉണ്ടായോ? അവിടെയുണ്ടൊരു ചോദ്യം. ഇത് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഭഗവാന്റെ പാദപത്മത്തെ ആശ്രയിച്ചാൽ അത് തന്നെ ഒരു വലിയ സമ്പത്താണ്. ഇത് പലരും മനസ്സിലാക്കണില്ല. ആലോചിച്ച് നോക്കൂ. ഭഗവത് പാദത്തെ ആശ്രയിച്ചിട്ട് ഇവൻ ഒന്നും നേടാതെ കൊള്ളരുതാത്തവനായി എന്ന് ചിലരുടെ അഭിപ്രായമാണത്. അപ്പോൾ അവരെന്താണ് കാണുന്നത്? കുറച്ച് കാശുണ്ടാവുക, ഇന്നുണ്ടായിട്ട് നാളെ പോണതാണതൊക്കെ. ധനം ഉണ്ടാവുക, നല്ലൊരു വീടുണ്ടാവുക, ഇതൊക്കെ നേടിയാൽ അവൻ കേമന. ഒരു ഭൂമി കുലുക്കം വന്നാൽ ഈ വീട് വല്ലതും ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഇല്ലാതാവണതാണ്. ഒക്കെ ഇല്ലാണ്ടാവണതാണ്. ഇല്ലാതാവണത് എന്ത് മാത്രമേ ഉള്ളൂ? സദ്ഗുണങ്ങളും ഈശ്വരപാദങ്ങളും മാത്രമേ ഉള്ളൂ. ആ പാദത്തിലുള്ള ഉറച്ച ഭക്തി അവന് കിട്ടുന്നില്ലേ? അത് കാണുന്നില്ല. അതൊക്കെ എന്തിനോ വേണ്ടി ചെയ്യുന്നു, അത് കിട്ടണം എന്നാണ് അറിവില്ലാത്തവരുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ കണക്കാക്കൽ.
അവിടെ തെറ്റി എന്ന് പറയുകയാണ്. ഭാഗവത് അങ്ങനെ ഒരിക്കലും പറയണില്ല. ഈശ്വരപാദത്തിലുള്ള ഭക്തി തന്നെയാണ് അതുകൊണ്ടുള്ള നേട്ടം. അതുകൊണ്ട് വേറൊന്നും നേടാനൊന്നും ഇല്ല. കാരണം അത് ഏറ്റവും വലിയ സമ്പത്താണ്. അങ്ങനെ ആ ഭഗവത് പാദത്തെ ആശ്രയിച്ച്, ഏതൊരു ഭഗവാനെ ആശ്രയിച്ച് ലക്ഷ്മി സർവസമ്പത്തും നേടിയോ ആ ഭഗവാൻ ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് ഭൂമി പറയുകയാണ്. അവിടെ വേറൊരു കൺസെപ്റ്റും കൂടി ഉണ്ട്. ഭൂമി ഭഗവാന്റെ പത്നിയാണ്, ലക്ഷ്മി മാത്രമല്ല. പക്ഷെ പാദസേവയ്ക്കുള്ള ഭാഗ്യം ഭൂമിക്ക് കിട്ടിയില്ല കേട്ടോ. അത് ലക്ഷ്മി തട്ടിയെടുത്തിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ആ പാദത്തു നിന്ന് മാറി ഭൂമിയേറ്റ സ്വസ്തിക കൈക്കലാക്കിയാലോ. ഭൂമി പത്നിയാണ്, ലക്ഷ്മിക്കുള്ള അധികാരം ഭൂമിക്കുണ്ട്. ഇനി ഞാനാണ് കുറച്ച് സേവിക്കാൻ എന്താ കണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ലക്ഷ്മിക്ക്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവിടുന്ന് നീക്കില്ല. നീട്ടാലല്ലേ അവിടെ കയറിയിരിക്കുള്ളൂ ഭൂമി. അപ്പോൾ ആ ഭൂമിക്ക് അധികാരമുണ്ട്. ഭൂമി പത്നിയാണ്, ഏതെങ്കിലും ഒരാളല്ല ഭൂമി. ആ ഭൂമിയെ പറയണം എന്നെ ഉപേക്ഷിച്ചുവല്ലോ. ലോകാൻ സമാം വ്യഥജ ഉസ്മയതിം തദന്തേ. ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ച് മംഗളം നൽകിയതായിട്ടുള്ള ഭഗവാൻ, ലോകത്തെ മുഴുവൻ ശോഭിപ്പിച്ചതായിട്ടുള്ള ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു. ഇതിൽ പരം ദുഃഖം വേറെ എന്താണുള്ളത് എന്ന് ചോദിച്ചിട്ടാണ് ഭൂമി മറുപടി പറയണത്. യോ വൈ മമാതി ഭരം ആസുരവംശരാജ്ഞാമക്ഷോഹിണീശത മമാനുദാത്മതന്ത്രത്വം തുസ്തമൂനപദമാത്മനി പൗരുഷേണ സമ്പാദയന്യദുഷു രമ്യമഭിപ്രദംഗം. അസുരവംശരാജ്ഞാം, അസുരവംശത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ അക്ഷൗഹിണി അസംഖ്യം സൈന്യരൂപമായ മമ അതിഭരം എൻ്റെ ഭാരത്തെ, സംസ്കൃതത്തിൽ ഭരം എന്ന് പറയും, ഭാരം എന്നുള്ളതിന് ഭരം എന്ന് പറയും. തെറ്റല്ല, അക്ഷരത്തെറ്റല്ല. ചിലതൊക്കെ ദീർഘം പോയാലും അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. അങ്ങനെ മലയാളത്തിൽ ദീർഘം വേണ്ടു, ഭരം. ചില വാക്കൊക്കെ അങ്ങനെ കാണാം. ഷോർട്ടായിട്ട് പറഞ്ഞ് തെറ്റാണെന്ന് നമ്മൾ ഇടയ്ക്ക് തോന്നും, തെറ്റല്ല. ചിലത് ദീർഘം കൂടും ചെയ്യട്ടു. ഈ പ്രമദവനം, മലയാളത്തിൽ നമ്മൾ പ്രമദവനം എന്ന് പറയില്ലേ, അത് പ്രമദാവനം എന്നാണ് സംസ്കൃതത്തിൽ. ചിലത് ദീർഘം കൂടും, ചിലത് ദീർഘം കുറയും. പ്രമദാവനം എന്നാണ് ശരി. നമ്മൾ പ്രമദവനം എന്നാണ്. അല്ല, ഇവിടെയോ ഭാരം എന്നാണ് പറയുക. ഇവിടെ ഭരം എന്ന് പറഞ്ഞിരിക്കണു. മമഭരം ആത്മതന്ത്ര, ആ ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു, ഭൂമി ഭാരത്തെ നശിപ്പിച്ചു എന്ന് പറയുകയാണ്. അസുര രാജാക്കന്മാരെ വധിച്ചല്ലോ, ഒരുപാട് അസുര രാജാക്കന്മാരെ വധിച്ച് എൻ്റെ ഭാരത്തെ ഭഗവാൻ നശിപ്പിച്ച് എനിക്ക് ആശ്വാസം ഏകി. കാരണം ഊനപദം, 3 കാല് പോയിരിക്കുന്നു ഇവിടെ ധർമ്മദേവൻ്റെ. ഊനങ്ങളായ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പാദങ്ങൾ, നഷ്ടപ്പെട്ടതായ ആ പാദങ്ങൾ, നിൽപ്പാൻ കഴിയാത്ത നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നിനക്ക് നിലത്ത് നിൽക്കാൻ പറ്റുമോ? ഒറ്റ കാലമിൽ എങ്ങനെ നിൽക്കാൻ, മറിഞ്ഞു വീഴും. നിൽക്കാൻ പറ്റാത്തതായ ത്വാം നിന്നെയും, ദുസ്തം എന്ന് പറഞ്ഞാൽ നിൽപ്പാൻ കഴിയാത്തവൻ, ഓർത്ത് യദുക്കളിൽ ദേഹത്തെ ഭരിച്ചു. നിന്നെയും ശക്തനും സുഖമുള്ളവനും ആക്കി തീർക്കുന്നവനായിട്ട് ആ ഭഗവാൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചു. സമ്പാദയൻ എതിരമ്യം അഭിപ്രദംഗം, ഭൂമിഭാരത്തെ ഇല്ലാതാക്കി ദേഹത്തെ ഭരിച്ചു. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ജീവിച്ച കാലത്ത് ഉണ്ടായത് എന്ന് പറയുകയാണ്. എല്ലാവർക്കും സുഖം നൽകി, യദുവംശത്തെ രക്ഷിച്ച്, ഭൂമിയെ രക്ഷിച്ച്, എൻ്റെ ഭാരത്തെ തീർത്ത ദുഷ്ടരാജാക്കന്മാരെ വധിച്ച് ഭഗവാൻ ആ ശരീരത്തെ ഭംഗിയായിട്ട് ധരിച്ചു ജീവിച്ചിരിക്കുമ്പോൾ. ഇപ്പോഴോ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. ആ ശരീരത്തെ ധരിച്ച് ഭഗവാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു സമാധാനവും ശാന്തിയുമായിരുന്നു. അതിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. കാവാസഖേത വിരഹം പുരുഷോത്തമത്യ പ്രേമാവലോക രുചിരസ്മിതവൽഗുജൽപൈ തൈലം സമാനമകരൻ മധുമാനിനീനോമോത്സവോ മമ യഥംഗ്രിവിടങ്കിതായ. പ്രേമത്തോടു കൂടിയിട്ടുള്ള നോട്ടം, മനോഹരമായിട്ടുള്ള മന്ദഹാസം, മനോഹരമായിട്ടുള്ള സംഭാഷണം, ഇതെല്ലാം ഇല്ലാണ്ടാക്കി.
ഇതൊക്കെ എപ്പോഴെങ്കിലും കാണാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നേക്കുമായിട്ടാണല്ലോ ഭഗവാൻ ഉപേക്ഷിച്ച് പോയത്. ഇങ്ങോട്ട് വരാത്ത വരവാണ്. പ്രേമാവലോകരുചിരസ്മിതവൽഗുജൽപ്പ, ഈ 2 വരി ഭഗവാന്റെ മനോഹാരിതയെ വർണ്ണിച്ചത്. ആ ഭഗവാന്റെ വിരഹം കാവാ സഹേത, ആര് സഹിക്കും? ആർക്ക് സഹിക്കാൻ പറ്റും? പകരം വയ്ക്കാൻ വല്ലതും ഉണ്ടെങ്കിലല്ലേ. കാവാ സഹേത വിരഹം പുരുഷോത്തമസ്യ, എങ്ങനത്തെ പുരുഷോത്തമൻ? പ്രേമാബലോകരുചിരസ്മിതവൽഗുജൽപ്പൈ, ഇതൊക്കെ കൂടിയിട്ട് സ്ഥൈര്യം സമാനമകരൻ മധുമാനിനീനാം, ആ സ്ത്രീകളുടെ മുഴുവനെ മനസ്സിനെ അപഹരിച്ച ഭഗവാൻ. രോമോത്സവോ മമയതംഘ്രിവിടങ്കിതായ, യാതൊരുത്തൻ്റെ പാദപത്മങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന എനിക്ക് രോമാഞ്ചത്തെ തന്നു ഭഗവാൻ. ഓരോരോ പാദം ഭഗവാൻ എൻ്റെ മേലിൽ വയ്ക്കുമ്പോൾ ഞാൻ രോമാഞ്ചം അണിഞ്ഞിരുന്നു. ആ കാലെടുക്കുമ്പോൾ അല്ലാത്ത ദുഃഖം, എന്തിനാ ഭഗവാനെ അതെടുക്കണം? നടക്കുമ്പോഴും കൂടി എടുക്കണത് സഹിക്കില്ല അത്രേ ഭൂമിക്ക്. അവിടെ വെച്ചോളൂ, അതല്ലേ നല്ലത്. അപ്പം അത്രയും ആ പാദത്തെ ഇഷ്ടപ്പെട്ട് അത് ശരീരത്തിൽ നിന്ന് എടുക്കുമ്പോൾ ദുഃഖിച്ചിരുന്നു. രോമോത്സവോ മമയത് അങ്ക്രി, രോമോത്സവം രോമാഞ്ചം. ഏതൊരു ഭഗവത് പാദ സ്പർശത്താൽ ഞാൻ രോമാഞ്ച പുളകിതയായി, ആ പാദം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സ്ത്രീകളുടെ മനസ്സിനെ അപഹരിക്കപ്പെടുകയും ചെയ്തു. ആ ഭഗവാൻ ഇപ്പോൾ ഞാനുമായി വേർപെട്ടിരിക്കുന്നു. തയോരേവങ്കതയതോപദീധർമ്മയോസ്തഥാ പരീക്ഷെന്നാമരാജശ്രീ പ്രാപ്ത പ്രാചീം സരസ്വതിയും, സരസ്വതി നദീരത്ത് വെച്ചാണ് ഈ സംഭാഷണം. തയോരേവം കഥയതോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൃഥ്വീധർമ്മയോസ്തഥാ, പൃഥ്വീധർമ്മ സംവാദം എന്നാണ് ഈ അധ്യായത്തിന് പേര്. ഭൂമിദേവിയും ധർമ്മദേവനും, 3 പോയ കാളയാണ് ധർമ്മദേവൻ, തമ്മിലുള്ള സംഭാഷണം കേട്ടുകൊണ്ടാണ് പരീക്ഷിത്ത് അവിടെ വന്നത്. പരീക്ഷിത് നാമ രാജശ്രീ പ്രാപ്ത പ്രാചീം സരസ്വതിയും, ഇവർ തമ്മിലുള്ള സംഭാഷണം കേട്ട് സരസ്വതി നദീതീരത്ത് പരീക്ഷിത്ത് എത്തിച്ചേരുകയുണ്ടായി. അവിടെയാണ് പരീക്ഷിത്ത്, അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. പൃഥ്വീധർമ്മ സംവാദോ നാമ സപ്തദശോധ്യായ ആണ് 17ാമത്തെ അധ്യായം. പാരായണം അടുത്ത ഭാഗത്ത് കേൾക്കാം. 32 മിനിറ്റായി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.